രണ്ട് മക്കളെ കാലിൽ കയറ് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ടാട്ടാൻ സമയമില്ല, കാരണം അരി പൊടിക്കണം. അത്രയ്ക്കും കഷ്ടപ്പാടായിരുന്നു ഫാത്തിമയ്ക്ക്. നിങ്ങൾക്ക് അല്ലാഹു അത്രയും കഷ്ടപ്പാട് വരുത്തിയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നബിതങ്ങൾ എന്താ പറഞ്ഞത്? ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കണം, മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കണം. അറിയോ പ്രതിഫലം? എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുക വെച്ചോളം. ഭർത്താവിന്റെ തുണി കഴുകി കൊടുക്കണം, ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് എപ്പോഴെങ്കിലും തലയിൽ ഒന്ന് എണ്ണ തേച്ച് തന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കുക. ഉണ്ടോ കാക്കാമാരെ? ഉണ്ടോ? ഏതെങ്കിലും ഒരു ഭാര്യ തലയിൽ എണ്ണ തേച്ച് തന്നത് ഓർമ്മയുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കുക. ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും? ഭാഗ്യവാന്മാര്. പെണ്ണുങ്ങൾ ഇരുന്ന് ചിരിക്കുക. ഇനി അങ്ങാരുടെ കഷണ്ടിയിൽ ഏച്ചു കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളു. ഇപ്പോഴും ഒന്നുകൂടെ കെട്ടാൻ നടക്കുക. ഞാൻ ഇനി എണ്ണയല്ല തേച്ചു കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്ത് പ്രതിഫലം എന്നറിയോ? അതാ ജീവിതം, വലിയ പ്രതിഫലം. ഇന്ന് ഈ വാപ്പമാര് പഠിക്കണമെന്നറിയോ? ഇന്ന് പല ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് വിവാഹമോചനം നടക്കാനുള്ള കാരണം പെണ്ണും പയ്യനുമല്ല, കുടുംബക്കാരാണ്. പെണ്ണിനും ആണിനും ജീവിക്കാൻ ആഗ്രഹമുണ്ട്, കുടുംബക്കാര് സമ്മതിക്കില്ല. എത്ര അവസ്ഥയാണെന്നറിയോ? അവര് വാശി പിടിച്ചിട്ടാ ഈ കുടുംബം